ആലപ്പുഴ നഗരത്തിന് ശാപമായി പണിതീരാത്ത കേരള ബാങ്ക് കെട്ടിടം 2010-ൽ നിർമ്മാണം തുടങ്ങിയ കെട്ടിടം 14 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പണി പൂർത്തിയാകാൻ കഴിയാതെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിരവധി മരണങ്ങൾ നടന്ന് പ്രേതാലയമായി മാറിയ കെട്ടിടം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. കേരള ബാങ്കിന്റെയും സർക്കാരിന്റെയും അനാസ്ഥയുടെ അടയാളമായിട്ടാണ് നഗരമധ്യത്തിൽ കല്ലുപാലത്തിന് സമീപം പണി തീരാതെ നിൽക്കുന്ന ഈ കെട്ടിടത്തെ ജനങ്ങൾ കാണുന്നത്. കേരള ബാങ്ക് ആകുന്നതിന് മുൻപ് ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്നപ്പോൾ പുതിയ ആസ്ഥാന മന്ദിരം പണിയാൻ 2010 ഡിസംബറിലാണ് കരാർ വെച്ചത്. LDF സർക്കാരിന്റെ കാലത്ത് G. സുധാകരൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നിർമ്മാണം ആരംഭിച്ചു. ഇതിനു മുമ്പ് ഇതൊരു റൈസ് മില്ലായിരുന്നു. ഞങ്ങളിവിടുത്തെ തൊഴിലാളികളായിരുന്നു. നല്ല വർക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. അതിനുശേഷം ഇത് വർക്ക് തുടങ്ങി. ഈ ആലപ്പുഴയിൽ ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഇല്ലെന്ന് വേണം പറയാൻ. ഒരു ലോഡ് സിമൻറ്റ് ഇത് മോഷണം പോയെന്നും പറഞ്ഞാൽ ഇതിന് സ്റ്റേ വന്നിരിക്കുന്നത്. ഒരു ലോഡ് സിമൻറ്റ് 14 കൊല്ലം മുമ്പ് ഒരു ലോഡ് സിമൻറ്റിന് എന്ത് വില വരുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അന്നാണ്ട് 2 കോടിയോ 3 കോടി രൂപക്ക് തീരേണ്ട വർക്കാണിത്. ഈ 14 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ കിടക്കുക. കെട്ടിട നിർമ്മാണം തുടങ്ങി 2 വർഷം കഴിഞ്ഞപ്പോൾ വിജിലൻസ് കേസ് വന്നു. പണി നിലച്ചു. കേസും അന്വേഷണവും തീർന്നെങ്കിലും പഴയ നിരക്ക് പരിഷ്കരിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാൻ മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകൾ തയ്യാറായില്ല. ഇതോടെ കെട്ടിടം നഗരത്തിലെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുകയും ചെയ്തു. 14 വർഷമായി കാട് പിടിച്ചു കിടക്കുന്ന കെട്ടിടം ഇടയ്ക്ക് ഉദ്യോഗസ്ഥരെത്തി വൃത്തിയാക്കിയിടും. 4 മരണങ്ങളാണ് ഇതിനോടകം ഇവിടെ ഉണ്ടായത്. കോടികൾ മുടക്കി അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം തുടങ്ങിയ കെട്ടിടം പൊതുജനങ്ങൾക്ക് ഉപകാരമില്ലാതെ നശിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധർക്ക് തമ്പടിക്കാൻ സർക്കാർ ചെലവിലൊരു കെട്ടിടം. അതാണ് ആലപ്പുഴയിലെ പണി തീരാത്ത കേരള ബാങ്കിൻ്റെ ഈ കെട്ടിടം. ആലപ്പുഴയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.